സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന ഗ്രന്ഥത്തിലെ 31, 32, 33, 34 അധ്യായങ്ങളാണ് തുടർന്ന് വായിച്ചു കേൾക്കുന്നത്. പ്രാരംഭമായിട്ട് ദൈവം പാപത്തെ വീക്ഷിക്കുന്നത് എങ്ങനെ എന്നുള്ള വിഷയം സംബന്ധിച്ച് അല്പമായിട്ട് ചിന്തിക്കാം. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? പാപത്തെ വളരെ ലഘുവായി കാണുന്നവരാണ് അനേകം വിശ്വാസികൾ. അതിനാൽ അതിൽ നിന്ന് നിശേഷം മാറിയിരിക്കേണ്ട ആവശ്യകത അവർക്ക് തോന്നാറില്ല. ദൈവം പാപത്തെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ തന്നെ നാമും കാണുവാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പാപമാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിച്ചത്. ദൈവത്തോടുള്ള സ്നേഹ കൂട്ടായ്മയിൽ വസിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആ കൂട്ടായ്മ നഷ്ടമായത് പാപനിമിത്തമാണ്. നീതിമാനായ ദൈവത്തിന് പാപം യാതൊരു നിലയിലും സഹിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതിനാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം ആദ്യ മനുഷ്യനെ പുറത്താക്കി. ഈ കാര്യം നാം മറക്കുവാൻ പാടില്ല. ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയെ തന്നെ അറുത്ത് കളയുന്ന ഒന്നായി നാം പാപത്തെ കാണേണ്ടിയിരിക്കുന്നു. പാപത്തെ ദൈവം വീക്ഷിക്കുന്നു എന്ന കാൽവറിയിൽ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഭയങ്കരമായ ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്ന ഒന്നായി പാപത്തെ നാം അവിടെ കാണുന്നു. പാപത്തോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പും അതിന്മേലുള്ള ദൈവത്തിൻ്റെ ക്രോധവും കാൽവറി ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ സ്വന്തം പുത്രനാണ് ക്രൂശിൽ കിടക്കുന്നത് എന്നിരിക്കലും യാതൊരു ദാക്ഷിണ്യവും അവനോട് കാണിക്കുവാൻ ദൈവം കൂട്ടാക്കാതിരുന്നത് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം ദൈവം ആ സമയത്ത് പുത്രൻ്റെ മേൽ ചുമത്തുകയായിരുന്നു എന്നതിനാലാണല്ലോ. 2 കൊരിന്ത്യർ 5:21 നോക്കുക. യേശു കർത്താവിൻ്റെ മേൽ അതിഭയങ്കര ശിക്ഷാവിധി വരുത്തുവാൻ തക്കവണ്ണം അത്ര ഭീകരമായ ഒന്നായിട്ടാണ് ഇവിടെ പാപത്തെ നാം കാണുന്നത്. ദൈവം ഏറ്റവും വെറുക്കുന്ന ദൈവക്രോധം വിളിച്ചു വരുത്തുന്ന ഒന്നായി നാം പാപത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളെയും നശിപ്പിക്കുന്നതും ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സകല ആഗ്രഹങ്ങളെയും തടസ്സപ്പെടുന്നതും പാപമാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി തന്നെ നാം പാപത്തെ കാണേണ്ടിയിരിക്കുന്നു. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. മത്തായി 5:29-30 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന പ്രമാണം എന്താണ്? എന്നെ പാപത്തിലേക്ക് നയിക്കുവാൻ സഹായകരമായ സകലത്തിനോടും സന്ധിയില്ലാ സമരം ഞാൻ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അതെന്തു തന്നെയായാലും അതിനെ ഉപേക്ഷിച്ച് കളവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല, കൈകൊണ്ടോ കണ്ണുകൊണ്ടോ പാപം ചെയ്യുന്നതിനേക്കാൾ അവയെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ നിലയിൽ നാം പാപത്തിനെതിരെ പോരാടണം. എൻ്റെ അവയവങ്ങളിൽ ചിലത് വെട്ടിക്കളയേണ്ടി വന്നാലും പാപം ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന ചിന്താഗതി നമുക്കുണ്ടാകണം. നാം പ്രാണത്യാഗത്തോളം തന്നെ പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുകയാണ് ഭേദം എന്ന നിലപാടാണ് നാം എടുക്കേണ്ടതെന്ന് സാരം. എത്ര ഗൗരവമായ ഒരു കാര്യമാണിത്! എത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു നിലപാടാണിത്! നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ പാപം ഞാൻ ചെയ്തു പോയി എന്ന് പറയാൻ ആവശ്യം ഇവിടെയില്ല. നിവൃത്തിയില്ലാതാകുമ്പോൾ പാപം ചെയ്യുവാൻ ദൈവവചനം പറയുന്നില്ല. മരണം വരെയാണ് എതിർത്ത് നിൽക്കുവാൻ ദൈവവചനത്തിൽ പ്രമാണമുള്ളത്. ഈ നിലപാട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ അത് നമ്മെ സഹായിക്കും. പാപത്തിനുള്ള ഓമന പേരുകൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. പാപത്തെ പാപമായി തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു. പാപത്തിന് മറ്റ് ഓമന പേരുകൾ നാം വിളിക്കുവാൻ പാടില്ല. പാപത്തെ പാപമെന്ന് തന്നെ വിളിക്കണം. ബലഹീനതയെന്നോ താഴ്ചയെന്നോ ഒന്നും പാപത്തെ വിളിക്കുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. പേര് മാറ്റുന്നതുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം കുറയുകയില്ലല്ലോ. പാപത്തെ പാപമായി കണ്ട് അതിന് പ്രതിവിധി തേടുമെങ്കിൽ മാത്രമേ പാപത്തെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. മാരകമായ ഒരു രോഗത്തെ മറ്റെന്തെങ്കിലുമായി ചിത്രീകരിച്ചാലും അതിൻ്റെ മാരക സ്വഭാവത്തിന് മാറ്റം വരികയില്ലല്ലോ. അത്തരം ഒരു രോഗത്തെ മറ്റേതെങ്കിലുമായി കണക്കാക്കിയാൽ ശരിയായി പ്രതിവിധി ചെയ്യുവാൻ സാധിക്കാതെ വരും. ഒരു പാപത്തെയും ചെറിയ പാപമായി കണക്കാക്കുവാൻ പാടില്ല. ചെറിയ പാപം, വലിയ പാപം, ഇങ്ങനെ ദൈവമക്കൾക്ക് പലതരം പാപങ്ങളുള്ളതായി ചിത്രീകരിക്കുവാൻ പാടില്ല. ചെറിയ പാപം, വലിയ പാപം എന്നൊന്നില്ല. എല്ലാ പാപവും വലിയത് തന്നെയാണ്. അതിൻ്റെ അനന്തരഫലങ്ങളിലും വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലും വ്യത്യാസം കാണുമെങ്കിലും പാപം പാപം തന്നെയാണ്. ഏതെങ്കിലും ചില പാപങ്ങളെ ചെറിയ പാപങ്ങളായി കണക്കാക്കി അവയുടെ ഗൗരവം കുറച്ചു കളവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പാപത്തെ വലുതായി തന്നെ എപ്പോഴും നാം കാണേണ്ടിയിരിക്കുന്നു. ദൈവം പാപത്തെ ബലഹീനതയായിട്ടല്ല കാണുന്നതെന്ന് നാം ഓർക്കണം. പാപത്തെ അതിൻ്റെ സകല ഗൗരവത്തോടും കൂടെ പാപമായിട്ടാണ് ദൈവം കാണുന്നത്.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തു നിന്നും എബ്രായർ 4:15 നോക്കുകയും കർത്താവ് നമ്മുടെ പാപങ്ങളിൽ സഹതാപമുള്ളവനാണെന്ന് തെറ്റായി അനേകർ ചിന്തിച്ചു പോകാറുണ്ട്. ഇവിടെ ബലഹീനത എന്ന് പറയുന്നത് പാപത്തെ ഉദ്ദേശിച്ചല്ല, കേവലം മാനുഷിക പരിമിതികളെ ഉദ്ദേശിച്ചാണ്. കർത്താവിന് നമ്മുടെ പാപങ്ങളിൽ സഹതാപം ഉണ്ടെന്നല്ല, മനുഷ്യർ എന്ന നിലയ്ക്ക് നമുക്കുള്ള പരിമിതികളെ ദൈവം മനസ്സിലാക്കുകയും സഹതാപത്തോടെ കാണുകയും ചെയ്യും എന്നാണ് അർത്ഥം. ആരുടെയും ഒരു പാപത്തിലും കർത്താവിന് സഹതാപമില്ല. മാനുഷിക പരിമിതികൾ പാപമല്ല. ഞാൻ പാപം ചെയ്യുമ്പോൾ അത് നിവൃത്തിയില്ലാതെ അവൻ ചെയ്തു പോയതാണ്, സാരമില്ല, അവൻ മനുഷ്യനല്ലേ, ബലഹീനനല്ലേ എന്ന് കർത്താവ് വിചാരിക്കുമെന്നല്ല ഈ ഭാഗത്തിൻ്റെ അർത്ഥം. പാപം ചെയ്യാതെ ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കെ, പാപത്തിൽ വീഴാതെ വണ്ണം കൃപ നൽകുവാൻ കർത്താവ് സന്നദ്ധനായിരിക്കെ, ഈ കൃപയെ അവഗണിച്ച് പാപത്തിൽ വീഴുന്ന ഒരുവനോട് യാതൊരു സഹതാപവും കർത്താവ് കാണിക്കുന്നില്ല എന്ന് നാം ഓർക്കണം. ദൈവം പാപത്തെ കാണുന്നത് പോലെ നമുക്കും കാണാം. അവൻ പാപത്തെ വെറുക്കുന്നത് പോലെ നമുക്കും വെറുക്കാം. അവൻ വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നമുക്കും വിശുദ്ധരാകാം. 1 പത്രോസ് 1:16. ഇതിനെല്ലാം ആവശ്യമായ ദൈവകൃപ പരിശുദ്ധാത്മാവ് മുഖാന്തരം അവൻ നൽകും നിശ്ചയം. അധ്യായം 32. വിശ്വാസി പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നാം പാപം ചെയ്യാതെ വിജയകരമായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നമുക്കായി കരുതിയിട്ടുണ്ടെങ്കിലും ദൈവകൃപ പ്രാപിക്കാതെ പരാജയമാണ് അടയുന്നവർ അനേകരാണ്. ഒരു വിശ്വാസി പാപത്തിൽ വീഴുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. കർത്താവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. ഒരു ദൈവവേദൽ പാപം ചെയ്യുമ്പോൾ കർത്താവുമായുള്ള അവൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. ദൈവസേനയിൽ ചെല്ലുവാനും അവനോട് കാര്യങ്ങൾ പറയുവാനും അവനോട് സമ്പർക്കം പുലർത്തുവാനുമുള്ള പ്രാഗൽഭ്യം ഇല്ലാതായിത്തീരുന്നു. പിന്നെ അവൻ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ വിമുഖനായിത്തീരുന്നു. ദൈവവുമായുള്ള പിതൃപുത്ര ബന്ധം നഷ്ടപ്പെടുന്നില്ല. ഒരു മകൻ ഏതെങ്കിലും തെറ്റ് പിതാവിനോട് ചെയ്താൽ പിന്നെ അവൻ പിതാവിൻ്റെ മകനല്ല എന്ന് വരുന്നില്ലല്ലോ. പാപം ചെയ്യുന്നതിനാൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് സാരം. പിതാവുമായിട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെടുകയും മകൻ പിതാവിൻ്റെ മുമ്പാകെ ചെല്ലുവാനും സംസാരിക്കുവാനും മറ്റും മടിയുള്ളവനുമായി തീരുകയും ചെയ്യുന്നു. മാത്രമല്ല, മറ്റ് സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയും ഇത് ബാധിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാൻ 1:7. ഇതിനുള്ള പരിഹാരം എന്താണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വാക്യം 9. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. 1 യോഹന്നാൻ 2:1. പാപം ചെയ്തവൻ ദൈവസന്നിധിയിൽ ആ പാപത്തെ മനഃപൂർവ്വമായി സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവവുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പാപം ഏറ്റുപറയുന്നത് പൊതുവിൽ ഞാൻ പാപിയാണെന്നോ പാപം ചെയ്തെന്നോ പറയുന്നില്ല. വ്യക്തമായി ചെയ്ത പാപം ഏറ്റുപറയണം. ഒരു പാപി രക്ഷയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ താൻ പാപിയാണെന്ന് സമ്മതിച്ചാൽ മതിയാകും. താൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത സകല പാപങ്ങളെയും ഓരോന്നായി ഏറ്റുപറയുക അസാധ്യമാണല്ലോ. എന്നാൽ ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവൻ ചെയ്ത പാപം വ്യക്തമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതാണ്. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഒരുവൻ പറയുന്നത് തന്നെ മറ്റവനും പറയുക, അഥവാ അതേപടി ആവർത്തിക്കുക എന്നാണല്ലോ അർത്ഥം. ദൈവം പാപത്തെക്കുറിച്ച് എന്ത് പറയുന്നുവോ അത് തന്നെ നാമും പറയണം. ദൈവം പാപത്തെ കാണുന്നത് പോലെ നാമും കാണുകയും ഉപേക്ഷിക്കുകയും വേണം. നാം ചെയ്ത പാപം ക്ഷമിക്കപ്പെടുകയും ദൈവം അത് മറന്നു കളയുകയും ചെയ്യും. വീണ്ടും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ കാലത്ത് നാം ചെയ്തിട്ടുള്ള ചില പാപങ്ങൾ അവ ഏറ്റുപറയപ്പെട്ടവയെങ്കിൽ ഇനി നാം മുന്നോട്ട് പോകുന്നതിൽ ഒരിക്കലും തടസ്സമായിരിക്കരുത്. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ നമ്മെ ഓർപ്പിച്ച് വരും കാലങ്ങളിൽ നാം മുൻപോട്ട് പോകുന്നത് തടയുവാൻ സാത്താൻ ശ്രമിക്കാറുണ്ട്. അത് നാം അനുവദിച്ചുകൂടാ. ഏറ്റുപറയപ്പെട്ടവയെങ്കിൽ ആ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയും അവയെ ഓർത്ത് നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നേറാതിരിക്കുകയും ചെയ്യരുത്. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സ്വയം പിശാചിനെ ഏൽപ്പിക്കുന്നു. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവൻ തന്നെ പിശാചിൻ്റെ സാന്നിധ്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള വിശുദ്ധിയുടെ വേലി നാം തന്നെ പൊളിച്ചു മാറ്റുകയാണ്. കൂടുതലായ ഏത് അശുദ്ധിയും കടന്നു വരുന്നതിനും നമ്മെ കൂടുതൽ തെറ്റിലേക്ക് നയിക്കുന്നതിനും ഉള്ള വഴി നാം തുറന്നിടുകയാണ് എന്നർത്ഥം. അതിനാലാണ് നാം പാപം ചെയ്തു പോയാൽ അത് ഉടനടി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിന് പരിഹാരം വരുത്തേണ്ടത്. അല്ലാത്ത പക്ഷം ഒരു പാപം മറ്റ് പാപങ്ങളിലേക്ക് നയിക്കുകയും സംഗതി കൂടുതൽ വഷളായി തീരുകയും ചെയ്യും. ഒരു നുണയെ മറയ്ക്കുവാൻ മറ്റനേക നുണകൾ പറയുവാൻ ആവശ്യം വരുമെന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ.
പാപത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വിശ്വാസി ഏതു നിലയിലേക്ക് അധപതിച്ചു പോകാം എന്ന് അതിർത്തി നിർണ്ണയിക്കുവാൻ സാധ്യമല്ല. തന്നെ സംരക്ഷിക്കുന്ന വിശ്വാസിയുടെ വേലി പൊളിച്ചു കളഞ്ഞാൽ അതിഭയങ്കരമായ സാത്താന്യ ആക്രമണങ്ങൾക്ക് താൻ വിധേയനാവുകയും അതിൽ വീണുപോകാനുള്ള സാധ്യത കൂടുകയുമാണ് ചെയ്യുന്നത്. അതിനാലാണ് രക്ഷിക്കപ്പെട്ടവർ എന്ന് നമുക്കറിയാവുന്ന ചില ആളുകൾ പിന്മാറ്റാവസ്ഥയിൽ അവിശ്വാസികൾ പോലും ചെയ്യുവാൻ മടിക്കുന്ന പല കാര്യങ്ങളിലും ഇടപെടുന്നത്. ദൈവവഴികളെ വിട്ടുപോയാൽ ഇന്നിടം വരെ മാത്രമേ പോകാവൂ എന്നൊരു നിയമമില്ല. ഒരു ചെറിയ വീഴ്ച വലിയ വീഴ്ചയിലേക്കുള്ള വാതിലാണ്. ഏത് പാപവും വിശ്വാസിയെ ബലഹീനനാക്കിയാണ് എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വീഴ്ച ഇനിയും വീഴുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും അവൻ്റെ ആത്മീയബലം കുറയ്ക്കുകയും ചെയ്യുന്നു. ഏതൊരു പാപത്തെയും നിസ്സാരമായി എണ്ണാതെ ഗൗരവമായി തന്നെ കണ്ട് എതിർക്കേണ്ടതിൻ്റെ ആവശ്യകത നാം ഇവിടെ കാണുന്നു. നന്മയുടെ വഴിയിൽ നിന്നുള്ള നമ്മുടെ വ്യതിചലനം. ഒരു ദൈവവേദൽ പാപം ചെയ്യുമ്പോൾ ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ള വലിയ നന്മയുടെ പാതയിൽ നിന്ന് അവൻ മാറുകയും ആ നിലയിൽ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഉന്നതമായ പദ്ധതി നടപ്പിലാക്കുവാൻ തടസ്സം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉന്നതമായ ഉദ്ദേശം നടപ്പിലാക്കാതിരിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി ഞാൻ തന്നെയാണ്. വേറെ ആര് വിചാരിച്ചാലും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയെ താറുമാറാക്കുവാൻ കഴിയുന്നതല്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ യോസേഫിൻ്റെ ചരിത്രത്തിൽ അവൻ്റെ സഹോദരങ്ങളും പോത്തിഫറിൻ്റെ ഭാര്യയും മറ്റും അവനെതിരെ വലിയ തിന്മകൾ ചെയ്തെങ്കിലും അവയെല്ലാം യോസേഫിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുവാൻ സഹായകരമായിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ യോസേഫ് പോത്തിഫറിൻ്റെ ഭാര്യയുമായി പാപം ചെയ്തിരുന്നുവെങ്കിൽ അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്നു പോകുവാനും ദൈവോദ്ദേശം ആ നിലയിൽ അവൻ്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കുവാനും സാധ്യതയുണ്ടാകുമായിരുന്നു. പാപം ചെയ്യാതെ ദൈവവഴിയിൽ തന്നെ നാം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്ര വലുതാണ്. അഥവാ ജീവിതത്തിൽ എവിടെയെങ്കിലും പാപം സംഭവിച്ചു പോയാൽ ഉടനടി അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മടങ്ങി വരുവാൻ നാം ശ്രദ്ധിക്കണം. ദൈവിക കാര്യപരിപാടിയിലേക്ക് നാം മടങ്ങി വന്ന് അവൻ്റെ ഹിതപ്രകാരം ഇനി വീഴാതിരിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുകയും വേണം. ഈ അർത്ഥത്തിൽ എൻ്റെ ഭാവി എൻ്റെ കരങ്ങളിൽ തന്നെയാണെന്ന് പറയാം. യഹോവയെ ഭയപ്പെട്ട് വിശുദ്ധിയുടെ പാതയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പൈതലായി ഞാൻ പാപം ചെയ്ത് അങ്ങയുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി അധമനായി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ആമേൻ. അടുത്തതായി പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നിരീക്ഷിക്കാം. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവൻ പാപത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള അനന്തരഫലം അവൻ്റെ മേൽ തന്നെ വരുത്തി വയ്ക്കുവാൻ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഗലാത്യർ 6:7. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കും എന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ പാപനിമിത്തം ഉണ്ടാകുന്ന ചില വിനകൾ പിൽക്കാലത്ത് നമ്മെ പിന്തുടർന്നു എന്ന് വരാം. പാപം മൂലമുണ്ടാകുന്ന സ്വാഭാവിക ഭവിഷ്യത്തുകളാണ് അനന്തരഫലങ്ങൾ. അനുതാപം കൊണ്ട് ഇവ നീക്കപ്പെടുന്നില്ല. ഒരുവൻ ചെയ്യുന്ന പാപങ്ങളുടെ സ്വഭാവവും ഗൗരവവും അനുസരിച്ചുള്ള അനന്തരഫലങ്ങൾ ജീവിതത്തിലുണ്ടാകും എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ദൈവം നൽകുന്ന ശിക്ഷകളിൽ നിന്ന് വ്യത്യസ്തരായി ഒരുവൻ തൻ്റെ മേൽ സ്വയം വരുത്തിവയ്ക്കുന്ന സ്വാഭാവിക ശിക്ഷകളാണിവ. ഉദാഹരണമായി, വിശ്വാസിയായ ഒരുവൻ പിന്മാറ്റത്തിൽ അകപ്പെട്ട് മദ്യപാനിയായി കുറേ നാൾ ജീവിച്ച ശേഷം അനുതപിച്ച് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ദൈവം അവനോട് ക്ഷമിക്കുകയും തൻ്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ താൻ മദ്യപനായി നടന്ന കാലത്തിനുള്ളിൽ മദ്യപാനം കൊണ്ട് തൻ്റെ ശരീരത്തിനുണ്ടായ ചില കുഴപ്പങ്ങൾ അഥവാ രോഗങ്ങൾ അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഉടനെ മാറുന്നില്ല. അവൻ്റെ ജീവിതകാലം മുഴുവൻ അത് തുടർന്നു എന്നും വരാവുന്നതാണ്. അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരുവനായി തീർന്നു എന്ന് വന്നേക്കാം. എന്നാൽ അപ്പോഴും താൻ തന്നെ തൻ്റെ ശരീരത്തിന് വരുത്തിവെച്ച ദോഷം പരിഹരിക്കപ്പെടുന്നില്ല. ആ രോഗത്തിൻ്റെ ക്ലേശങ്ങൾ തൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ അനുഭവിക്കുന്നതായി വന്നേക്കാം. ഈ പാപവഴിയിൽ പോയതുകൊണ്ടുണ്ടായ ഒരു വിനയാണിത്. ഇതുപോലെ പ്രായോഗിക ജീവിതത്തിൽ അനേക കാര്യങ്ങളുണ്ടാകാം. ദൈവവഴികളെ വിട്ട് അവിശ്വാസിയെ വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന പ്രമാണം ഉപേക്ഷിച്ച് സ്വന്തം ഹിതത്തിൽ പോയി തനിക്ക് ബോധിച്ച ഒരുവേളെ വിവാഹം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കാര്യം ചിന്തിക്കുക. അവൻ്റെ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് പിൽക്കാലത്ത് അവൻ മടങ്ങി വന്നെന്ന് വരാം. എന്നാൽ താൻ പ്രവേശിച്ച വിവാഹബന്ധം അവസാനിപ്പിക്കാവുന്ന ഒന്നല്ലല്ലോ. ദൈവഹിതത്തിലല്ലാത്ത ജീവിതസഖിയുമായി മുൻപോട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സകലവിധ പ്രശ്നങ്ങളുമായി തൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം അവൻ കഴിക്കേണ്ടതായി വരുമെന്നത് ഒരു ദുഃഖസത്യമാണ്. പാപം ചെയ്ത ശേഷം ഏറ്റുപറഞ്ഞാൽ മതിയല്ലോ, കർത്താവ് ക്ഷമിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നവർ ഈ കാര്യം ഓർക്കാറില്ല. പാപം ചെയ്യുന്നത് മുഖാന്തരം ഒരുവൻ്റെ രക്ഷ നഷ്ടപ്പെടുകയോ അവൻ ദൈവവൈതൽ അല്ലാതായി തീരുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ശരിയാണെങ്കിലും വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്ന ഒരനുഭവം അവനുണ്ടാകും എന്നത് സുനിശ്ചിതമാണ്. യാതൊരു ആവശ്യവും ഇല്ലാത്ത വളരെയധികം മാനസിക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്നു. വേദപുസ്തകത്തിൽ തന്നെ ഈ വസ്തുതയ്ക്ക് തെളിവുകളായി എത്രയോ ആളുകളുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും.
കുറുക്കുവഴികൾ തേടിയവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അബ്രഹാമിൻ്റെ ജീവിതം നോക്കുക. അവന് സന്തതിയെ നൽകുമെന്ന് ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നതായി നാം കാണുന്നു. എന്നാൽ 16-ാം അധ്യായത്തിൽ അവൻ സാറയുടെ ഉപദേശം കേട്ട് ദൈവവാഗ്ദത്ത നിവൃത്തിയുടെ സമയത്തിനായി കാത്തിരിക്കാതെ തൻ്റെ ദാസിയിൽ നിന്നൊരു സന്തതിയെ ഉളവാക്കുന്നു. ദൈവഹിതത്തിന് പുറത്ത് ഒരു സന്തതി ജനിക്കുന്നു. പിൽക്കാലത്തും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തെങ്കിലും അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാറിൽ നിന്നുത്ഭവിച്ച ഇസ്മായേലിൻ്റെ സന്തതികളായ അറബികളും വാഗ്ദത്തപുത്രനിൽ നിന്നും ഉളവായ ഇസ്രായേലും തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും വൈരം നിലനിൽക്കുകയാണ്. അബ്രഹാം ദൈവവഴി വിട്ടുപോയതിൻ്റെ അനന്തരഫലം ഇന്നും അനുഭവിച്ചു തീർന്നിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുന്ന യാക്കോബിൻ്റെ ജീവിതവും ഈ സത്യം വിളിച്ചു പറയുന്നു. അവൻ മറ്റുള്ളവരോട് ചെയ്തതെല്ലാം തിരിഞ്ഞ് അവന് തന്നെ സംഭവിച്ചു. സഹോദരന് ജ്യേഷ്ഠാവകാശത്തിനായി ചതിച്ച യാക്കോബ് ലാബാനാൽ ചതിക്കപ്പെടുന്നു. അപ്പനായ ഇസ്ഹാക്ക് വൃദ്ധനായിരുന്നപ്പോൾ യാക്കോബ് ആ വൃദ്ധപിതാവിനെ കബളിപ്പിച്ചു. യാക്കോബ് വൃദ്ധനായപ്പോൾ തൻ്റെ മക്കളും തന്നെ കബളിപ്പിച്ചതായി നാം കാണുന്നു. മരിക്കാത്ത തൻ്റെ യോസേപ്പ് എന്ന പ്രിയപുത്രൻ്റെ മരണദുഃഖം താൻ എത്രയോ നാൾ അനുഭവിക്കേണ്ടി വന്നു. യാക്കോബ് വിതച്ചത് അവൻ തന്നെ കൊയ്തു. ഇനി ദാവീദിൻ്റെ ചരിത്രം നോക്കുക. പാപത്തിൻ്റെ തിരിച്ചടികൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും. ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ശേബയെ സ്വന്തം ഭാര്യയായി എടുക്കുകയും ഊരിയാവിനെ വാൾ കൊണ്ട് യുദ്ധത്തിൽ കൊല്ലിക്കുകയും ചെയ്ത ദാവീദ് അനുതപിച്ചു. ദൈവം പാപം ക്ഷമിച്ചു. എന്നാൽ ദാവീദിനോട് ഈ ബന്ധത്തിൽ ദൈവം പറയുന്നത് കേൾക്കുക. വാൾ നിൻ്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല, നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ നിനക്ക് അനർത്ഥം വരുത്തും. 2 ശമൂവേൽ 11:10 മുതൽ താഴേക്കുള്ള ചില വാക്യങ്ങൾ നോക്കുക. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും ഈ പ്രവർത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതുണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചുപോകും. ദൈവം പറഞ്ഞതുപോലെ ഒക്കെയും സംഭവിച്ചതായി ദാവീദിൻ്റെ പിൽക്കാല ചരിത്രം വിളിച്ചു പറയുന്നു. ദാവീദിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. സ്വന്തം മകൻ അബ്ശാലോം തന്നെ ദാവീദിനെതിരായി അവനെ കാട്ടിലേക്ക് ഓടിച്ചു. അബ്ശാലോം തൻ്റെ സഹോദരനായ അമ്നോനെ അടിച്ചു കൊന്നു. പിന്നെ അബ്ശാലോം തന്നെയും കൊല്ലപ്പെട്ടു. ഈ സന്ദർഭങ്ങളിൽ എല്ലാം ദാവീദ് അതിദുഃഖിതനായി വിലപിക്കുന്നത് നാം 2 ശമൂവേലിൽ വായിക്കുന്നുണ്ട്. ഊരിയാവ് മരിച്ച വാർത്തയറിഞ്ഞ ബത്ശേബയുടെ ദുഃഖം അന്ന് ദാവീദ് കാര്യമാക്കി കാണുകയില്ല. എന്നാൽ അതുപോലെയുള്ള ദുഃഖം തനിക്ക് തന്നെ അനുഭവിക്കേണ്ടതായി വരുന്നു. ദാവീദിൻ്റെ ഗ്രഹത്തിൽ നിന്ന് ദൈവം പറഞ്ഞതുപോലെ വാൾ വിട്ടുമാറാതിരുന്നു. ദാവീദ് വിതച്ചത് തന്നെ കൊയ്തു. ഇതുകൂടാതെ എത്രയോ പേരുടെ ചരിത്രം ദൈവവചനത്തിൽ തന്നെ നമ്മുടെ ബുദ്ധിയുപദേശത്തിനായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം നോക്കി നാം പാഠം പഠിക്കേണ്ടതിന് ദൈവം അവ നേരത്തെ തന്നെ നമുക്കായി രേഖപ്പെടുത്തി തന്നു. എന്നാൽ ഈ നിലയിൽ അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന ശേഷവും ദൈവവുമായി നിരപ്പ് പ്രാപിച്ച ശേഷവും പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ വന്നാൽ അതിനാൽ നിരാശപ്പെട്ടു പോകേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാസ്തവമായി ദൈവസേനയിൽ തങ്ങളെ തന്നെ താഴ്ത്തുകയും ഈ വിഷമങ്ങൾ സഹിക്കുവാനുള്ള കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ നന്മയ്ക്കായിട്ട് ഈ വിഷമതകളെയും ദൈവം കൂടി വ്യാപരിപ്പിക്കും. ദൈവവഴികളെ കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ നീതിമാർഗത്തെ കൂടുതൽ പഠിക്കുവാനും വേദനാവേളകളിൽ കർത്താവിൽ കൂടുതൽ ആശ്വാസം കണ്ടെത്തുവാനും ദൈവത്തോടടുക്കുവാനും ഇതൊക്കെയും മുഖാന്തരമാകും. ഇങ്ങനെയൊക്കെയും സഹിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അതിനാൽ ഈ സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് കൂടുതൽ വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും: ദൈവമേ, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ച നിരവധി വേദപുസ്തക കഥാപാത്രങ്ങളുടെ പാഠങ്ങൾ അടിയന് എന്നും ഒരു മുന്നറിയിപ്പായിരിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. അടുത്തതായി 34-ാം അധ്യായം, പിന്മാറ്റക്കാർക്കൊരു മുന്നറിയിപ്പ്. പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു വിശ്വാസി ഓർത്തിരിക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകലപ്പെട്ടു പോകുന്നുവോ തിരിച്ചു വരുവാൻ അത്രത്തോളം പ്രയാസമായിരിക്കും എന്നുള്ളതാണത്. തെറ്റിപ്പോയാലും സാരമില്ല, വേണ്ടപ്പോൾ തിരിച്ചു വരാമല്ലോ എന്ന ചിന്താഗതി വളരെ പിശകാണ്. വെളിച്ചം ലഭിച്ച ശേഷം ദൈവവഴികളെ വിട്ടകന്ന് പിന്നെ തിരിച്ചു വരാമെന്ന് കരുതി പോകുന്ന ഒരുവന് ആഗ്രഹിക്കുമ്പോൾ തിരിച്ചു വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ തിരിച്ച് ദൈവവഴികളിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാത്ത അവസ്ഥയിലായ ചിലരെ കാണുവാൻ ഇടയായിട്ടുണ്ട്. മടങ്ങി വന്നാൽ ദൈവം പാപം ക്ഷമിക്കുകയില്ല എന്നല്ല, മടങ്ങി വരുവാൻ തന്നെ വളരെ വില കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ വളരെ വേദനാജനകവും ആയിരിക്കും. ദൈവവഴികളിലേക്ക് തിരിച്ചു വരുവാൻ വളരെ ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ശരിയാകാതെ കുഴങ്ങുന്ന എത്രയോ പേരുണ്ട്. പാപത്തിൻ്റെ വഴികളിൽ മുഴുകിപ്പോയതുകൊണ്ട് അതിൽ നിന്ന് തലയൂരി രക്ഷപ്പെടുവാൻ അവർ നന്നേ പാടുപെടുകയാണ്. എന്നാൽ ഈ ഗൗരവമൊന്നും ഗ്രഹിക്കാതെയാണ് പലപ്പോഴും വളരെ ലാഘവത്തോടെ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. അതിനാൽ വേണ്ടിയപ്പോൾ തിരിച്ചു വരാമല്ലോ എന്ന് കരുതി ദൈവവഴികളെ വിട്ടുമാറുന്നത് തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം പാഴാക്കുവാൻ വഴിയൊരുക്കുകയാണെന്ന് ഓർക്കണം.
പ്രായോഗികമായി എത്രമാത്രം തെറ്റിലേക്ക് ഇറങ്ങി എന്നതനുസരിച്ചാണ് മടങ്ങിവരവ് എളുപ്പമോ പ്രയാസമോ ആയിരിക്കുന്നത്. യേശുവിൻ്റെ ബാല്യത്തിൽ യെരുശലേം ദൈവാലയത്തിൽ അവൻ മാതാപിതാക്കളോടൊപ്പം പോയ ഒരു സംഭവം ലൂക്കോസ് 2 വായിക്കുന്നുണ്ട്. ദൈവാലയത്തിൽ നിന്നും മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരും അതറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ യേശുവും ഉണ്ടായിരിക്കും എന്ന് ഊഹിച്ചു. അവർ ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്നും അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്നും നാം വായിക്കുന്നു. ഇവിടെ ഒരു ദിവസത്തെ വഴി പോന്നു കഴിഞ്ഞാണ് യേശുവിനെ മാതാപിതാക്കൾ തിരഞ്ഞത്. നേരത്തെ അവൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിക്കുകയാണ് ചെയ്തത്. അവർ എത്ര ദൂരം യെരുശലേമിൽ നിന്ന് പോന്നിരുന്നോ അത്ര ദൂരം മടങ്ങിച്ചെന്നപ്പോൾ യേശുവിനെ തിരിച്ചു കിട്ടി. ഇവിടെ ഒരു ദിവസം വഴി പോന്നിരുന്നതിനാൽ അത്ര ദൂരം മടങ്ങിപ്പോകേണ്ടി വന്നു. അവർ ദിവസം വഴി പോന്ന ശേഷമാണ് യേശു കൂടെയില്ല എന്ന് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ദിവസം വഴി മടങ്ങിപ്പോയാൽ മതിയായിരുന്നു. ദൈവാലയത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ അവർ യേശു കൂടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ യേശുവിനെ കിട്ടിയേനെ. വളരെ യാത്രയും ക്ലേശവും ഒഴിവാക്കുകയും ചെയ്യാമായിരുന്നു. ഈ പ്രമാണം നമ്മുടെ ജീവിതത്തിലും സൂക്ഷിക്കേണ്ടതാണ്. കർത്താവ് കൂടെ ഉണ്ടെന്ന് വെറുതെ ഊഹിക്കാതെ ഉറപ്പുവരുത്തി വേണം നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ. അവൻ കൂടെയില്ല എന്ന് എത്ര നേരത്തെ മനസ്സിലാക്കി അവങ്കിലേക്ക് മടങ്ങിച്ചെല്ലുന്നുവോ അത്രയും എളുപ്പമാണ് കാര്യങ്ങൾ. വളരെ ദിവസം വഴി പോന്നിരുന്നാലും മടങ്ങിച്ചെല്ലുമ്പോൾ യേശുവിനെ കിട്ടുമായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ദൂരത്തിന് തക്ക ബുദ്ധിമുട്ടും ക്ലേശവും അധികമായി അവർ അനുഭവിക്കേണ്ടതായി വന്നേനെ. അതിനാൽ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം എന്ന് വെച്ച് യേശുവിൽ നിന്നകലുന്നത് വളരെ ബുദ്ധികേടാണ്. തന്മൂലം വലിയ ബുദ്ധിമുട്ടുകൾ വരുത്തി വയ്ക്കുകയുമാണ്. ദൈവവഴികളെ വിട്ട് പോകുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് പഠിക്കുവാൻ ഇവർ വളരെ വിഷമത്തിലും കഷ്ടതയിലും ആകേണ്ടത് ആവശ്യമായി ദൈവം കാണുന്നുണ്ടായിരിക്കാം. ഏതായാലും എത്രയും നേരത്തെ പാപവഴികളിൽ നിന്ന് ദൈവഹിതത്തിലേക്ക് മടങ്ങാമോ അത്രയും നല്ലതാണ്. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നതിനാൽ പാപം ചെയ്താലും ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമല്ലോ എന്നുള്ള ചില വിശ്വാസികളുടെ പൊതുവെയുള്ള ചിന്താഗതിയെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. പാപം ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്നത് പാപം ചെയ്യാൻ പ്രേരണ നൽകുന്ന ഒരു ഘടകമായിരിക്കരുത്. 1 യോഹന്നാൻ 2:1 പാപം ചെയ്യരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ പാപം ചെയ്തു പോയാൽ പരിഹാരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുവാൻ ഉള്ള ലൈസൻസ് അല്ലാതെ ഏതെങ്കിലും ഒരു വിശ്വാസി കർത്താവ് ക്ഷമിക്കുമല്ലോ എന്ന് വിചാരിച്ച് പാപം ചെയ്താൽ അവന് കാര്യമായ ആത്മീയ തകരാറുണ്ടെന്നാണ് അർത്ഥം. നാം ആരെങ്കിലും വഴിയെ നടന്നു പോകുമ്പോൾ അബദ്ധവശാൽ കാൽ തെറ്റി ഒരു ചെളിക്കുണ്ടിൽ വീഴുന്നു എന്ന് കരുതുക. നാം എന്തു ചെയ്യും? വീട്ടിൽ പോയി നല്ല വെള്ളം കൊണ്ട് ദേഹമെല്ലാം കഴുകി പൗഡറും സുഗന്ധവസ്തുക്കളും കൊണ്ട് നമ്മെ തന്നെ വെടിപ്പാകും. എന്നാൽ അടുത്ത ദിവസം നാം വീണ്ടും ആ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ വീട്ടിൽ കഴുകുവാൻ വെള്ളവും സോപ്പും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അറിഞ്ഞുകൊണ്ട് ചെളിയിൽ ചാടുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ചാടിയാൽ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മറ്റുള്ളവർ ഊഹിക്കേണ്ടി വരും. വീണുപോയാൽ പരിഹാരമുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ വീഴുവാൻ പാടില്ല എന്നുള്ളത് ദൈവവചന പ്രമാണം. നാം ഓരോ തവണ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം ബലഹീനമാക്കുകയും കൂടുതൽ ദോഷങ്ങൾക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുകയുമാണെന്ന് ഓർക്കണം. കൂടാതെ പാപത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള അനന്തരഫലം നാം ക്ഷണിച്ചു വരുത്തുകയാണ്. ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മുടെ നിത്യരക്ഷയെ ബാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ മാനത്തെയും പ്രതിഫലത്തെയും ബാധിക്കുന്നതാണ്. പാപത്തിൻ്റെ ഭോഗം അനുഭവിക്കുന്നവൻ അതിൻ്റെ ശാപവും അനുഭവിച്ചേ തീരൂ എന്നത് വിശ്വാസി പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ്. ഭോഗം മാത്രം അനുഭവിച്ച് രക്ഷപ്പെടാം എന്ന് നാം കരുതരുത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യർ 6:7. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. പാപം ചെയ്യാതെ വിജയകരമായി ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവം നമുക്കായി കരുതിയിരിക്കെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം അതിനുള്ള കൃപ ലഭിക്കും എന്നിരിക്കെ നാം എന്തിന് പരാജയപ്പെടണം? നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ: ദൈവമേ, അങ്ങയിൽ നിന്ന് അകലും തോറും മടങ്ങി വരുവാനുള്ള സാധ്യത കുറയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയൊരു അപകടത്തിൽപ്പെടാതെ എന്നെ സംരക്ഷിക്കണമേ. ആമേൻ.